ഹായ് കൂട്ടുകാരി, ഇന്ന് ഞാനൊരു പ്രത്യേക സംഗതി കാണിക്കാനാണ് നിങ്ങളെ ഇളവള്ളിക്കാവ് ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ പുഞ്ചപ്പൂരം നടക്കുകയാണ്. ഈ പുഞ്ചപ്പൂരം എന്ന് വെച്ചാൽ പുഞ്ചപ്പായസം വെച്ച് ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ് പുഞ്ചപ്പൂരത്തോടനുബന്ധിച്ച് നടത്തുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ മേടം 10 അനുബന്ധിച്ച് കാർഷിക വിളവെടുപ്പ് നടത്തി വിളവെടുപ്പിനോട് അനുബന്ധിച്ച് നടത്തുന്നതാണ് ഈ പായസ വിതരണം. അപ്പോൾ ഈ മേടം 10 വിളവെടുപ്പ് നടത്തി ആദ്യത്തെ നെല്ല് കൊണ്ട് പായസം വെച്ച് വിതരണം ചെയ്യുക, എന്നിട്ട് ആളുകളെ സന്തോഷിപ്പിക്കുക. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഈ പുഞ്ചപ്പായസ വിതരണം എന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. നമ്മുടെ ആളുകളെല്ലാം തന്നെ കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സങ്കേതങ്ങളാണ്. അപ്പോൾ എല്ലാ കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിളവെടുപ്പ് കഴിഞ്ഞാൽ ഒരു ഉത്സവം നടത്തുക. ഈ മേടപ്പത്ത് എന്ന് പറയുന്നത് ആദ്യത്തെ നെല്ല് കൊയ്ത് വരുന്ന കുഞ്ചനെല്ല് ഉപയോഗിച്ചിട്ടുള്ള പായസം ഉണ്ടാക്കുക, വിതരണം ചെയ്യുക, ജനങ്ങളെല്ലാവരും സന്തോഷിക്കുക. ഇതാണ് അതിൻ്റെ ശരിയാണ്. ഏത് ഉത്സവങ്ങളാവട്ടെ, കൃഷി കൊയ്ത്ത് വിളവെടുപ്പ് കഴിഞ്ഞ് നടത്തുന്നതാണ് ഈ ഉത്സവങ്ങളെല്ലാം.